ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സോഫിടുക്കിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോഫി ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് ഞാൻ അല്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ 2 പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. നിങ്ങൾ എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം. ഇപ്പോൾ ബ്രൂവോ അല്ലെങ്കിൽ നെസ്കഫി ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ കോഫി പൗഡർ ഞാൻ ഈ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ്. അടുത്തായിട്ട് ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ എഗ് ബീറ്ററിൻ്റെ ഈ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. നന്നായിട്ട് തണുത്തിരുന്നാൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല പീക്കായിട്ട് കിട്ടും. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഹെവി ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു പീക്ക് ഫോമിൽ വന്നിട്ടുണ്ട്. നമ്മൾ കേക്കിന് ചെയ്യുന്ന അത്രയും വന്നിട്ടില്ല, എങ്കിലും ഇതൊന്ന് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എഗ് ബീറ്റർ ഇല്ല എങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, കണ്ടൻസ്ഡ് മിൽക്ക്, ചോക്ലേറ്റ് സിറപ്പ്. നമുക്കിത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും കൂടി ചേർന്നിട്ടുള്ളപ്പോൾ ആ മധുരം എനിക്ക് കറക്റ്റായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിപ്പിംഗ് ക്രീം ആദ്യമേ മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. ഞാനിപ്പോൾ 2 ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഐസ്ക്രീമിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരല്പം ചോക്ലേറ്റ് ചിപ്സ് കൂടെ വിതറി കൊടുക്കാം. ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനത് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്കൊരു ഓവർനൈറ്റ് വെക്കാം. അതിന് ശേഷം എടുത്തിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി ഐസ്ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.